എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 17ാം മത്സരത്തിനാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. കരുത്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. ഈ മാസം 18ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. എന്തായാലും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ അടുത്ത മത്സരത്തിലും ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കാര്യമെടുത്താൽ അവർ കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവയുമായി 1-1 സമനിലയിലായിരുന്നു പിരിഞ്ഞത്. എന്തായാലും ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചിയിൽ ഒരു തീപാറും പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടാതെ ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ, അതായത് ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ 1-1 സമനിലയായിരുന്നു ഇരു ടീമുകളും കളിച്ചപ്പോൾ. ആ മത്സരത്തിൽ നോവ സദോയി ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തതും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. എന്തായാലും ലൈനപ്പിലേക്ക് കടക്കും മുമ്പ് ഇരു ടീമുകളും എത്ര മത്സരങ്ങളാണ് ISLൽ ഏറ്റുമുട്ടിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 20 മത്സരങ്ങളാണ് ഇരു ടീമുകളും കളിച്ചിട്ടുള്ളത്. അതിൽ നോർത്ത് ഈസ്റ്റ് 5 മത്സരങ്ങളിൽ വിജയിച്ചു. ബ്ലാസ്റ്റേഴ്സിനാവട്ടെ 8 മത്സരങ്ങളിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. 7 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനേക്കാളും 3 മത്സരങ്ങൾ കൂടുതൽ വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ മുതലെടുക്കാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യത 11ലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ സുരേഷിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് സെൻറ്റർ ബാക്ക് സ്ഥാനത്തേക്ക് മിലോസ് ട്രിൻസിച്ച് വീണ്ടും തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ കാരണം മിലോസിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് നമ്മൾ മിലോസിനെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു താരമാണ് ഇന്ത്യൻ താരമായ ഹോർമി പാംറോയ്വ. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ സന്ദീപ് സിംഗിനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ ഐബാൻ ഡുഹ്ലിങ്ങിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും റൈറ്റ് ബാക്കിൽ അടുത്ത മത്സരത്തിൽ നവോച്ച സിംഗ് ഉണ്ടാകില്ല. കാരണം താരത്തിന് 4 യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഐവാൻ ഡോക്ലിങ്ങിനെ പ്രതീക്ഷിക്കാം, നവോച്ച സിംഗ് കളിക്കാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക വിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഥവാ വിപിൻ മോഹനൻ ആദ്യ ലെവലിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നമുക്കവിടെ ഡാനിഷ് ഫറൂഖിനെ പ്രതീക്ഷിക്കാം. എന്തായാലും വിപിന് തന്നെയാണ് കൂടുതൽ സാധ്യതയും നിലവിൽ നമ്മളവിടെ കാണുന്നത്. അതേപോലെ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും അടുത്ത മത്സരത്തിൽ കളിക്കും. അതുപോലെ തന്നെ 2 വിങ്ങുകളിലായി കോറു സിംഗും അതുപോലെ തന്നെ നോവ സദോയും ഇറങ്ങുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറും അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീസസ് ജിമിനസ് ഇപ്പോൾ നിലവിൽ 10 ഗോളുകളാണ് 13 മത്സരങ്ങളിൽ നിന്നും സ്കോർ ചെയ്തിരിക്കുന്നത്. എന്നാൽ താരത്തിന് ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിലെ ഒന്നാമനാകാൻ അടുത്ത മത്സരത്തിൽ ഗോളുകൾ നേടുന്നതോടെ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും താരം ഇപ്പോൾ നിലവിലുള്ളത് 2ാം സ്ഥാനത്താണ്. എന്തായാലും താരത്തിന് കൂടുതൽ ഗോളുകൾ അടുത്ത മത്സരത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈനപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.